കേരളത്തെ ഒന്നാകെ കരയിപ്പിച്ച ദുരന്തം. അതായിരുന്നു 2018 സെപ്റ്റംബർ 25 നടന്നത്. ബാലഭാസ്കറിന്റെ കുടുംബം സഞ്ചരിച്ച കാറ് തിരുവനന്തപുരം പള്ളിപ്പുറത്ത് വെച്ച് അപകടത്തിൽപ്പെട്ടു. ബാലഭാസ്കറിന്റെ മകൾ 2.5 വയസ്സുകാരി തേജസ്വിനി ബാല സംഭവ സ്ഥലത്ത് വെച്ച് മരിച്ചു. ഒക്ടോബർ 2 ചികിത്സയിലിരിക്കെ ബാലഭാസ്കർ മരണപ്പെട്ടു. ആദ്യം കേസ് അന്വേഷിച്ചത് ലോക്കൽ പോലീസായിരുന്നു. തുടക്കം മുതൽക്കേ ദുരൂഹത ആരോപിക്കപ്പെട്ടിരുന്നു. ഒക്ടോബർ 18 അപകട സമയത്ത് വാഹനം ഓടിച്ചിരുന്നത് ബാലഭാസ്കർ ആയിരുന്നുവെന്ന് ഡ്രൈവർ അർജുൻ മൊഴി നൽകി. എന്നാൽ നവംബർ 3 ഡ്രൈവറുടെ മൊഴി തള്ളി ബാലഭാസ്കറിന്റെ ഭാര്യ ലക്ഷ്മി രംഗത്തെത്തി. നവംബർ 12 വിശദമായ അന്വേഷണം നടത്താൻ DGP ഉത്തരവിട്ടു. ജനുവരി 29, 2019 കേസ് ക്രൈംബ്രാഞ്ചിലെത്തപ്പെട്ടു. ജൂൺ 1, 2019 സഹപ്രവർത്തകരായിരുന്ന വിഷ്ണു സോമസുന്ദരവും പ്രകാശൻ തമ്പിയും സ്വർണം കടത്തിയ കേസിൽ അറസ്റ്റിലായി. ജൂൺ 5 ബാലഭാസ്കറിനെ ഒരു സംഘം മർദ്ദിക്കുന്നത് കണ്ടുവെന്ന് കലാഭവൻ സോബി മൊഴി നൽകി. ജൂൺ 8 അപകട സമയത്ത് വാഹനം ഓടിച്ചത് അർജുൻ തന്നെയാണ് എന്ന് വിദഗ്ധ സമിതി കണ്ടെത്തൽ പുറത്തുവന്നു. ജൂൺ 19 അപകടം പുനരാവിഷ്കരിച്ച് അന്വേഷണ സംഘത്തിന്റെ നിർണായക ചുവടുവയ്പുണ്ടായി. ജൂൺ 28 ബാലഭാസ്കറിന്റെ മരണത്തിന് സ്വർണ്ണക്കടത്തുമായി ബന്ധമില്ല എന്ന് ക്രൈംബ്രാഞ്ച് ഹൈക്കോടതിയിൽ റിപ്പോർട്ട് നൽകി. ഡിസംബർ 10, 2029 അന്വേഷണം CBIക്ക് കൈമാറിക്കൊണ്ട് സർക്കാർ വിജ്ഞാപനം പുറത്തിറക്കി. സെപ്റ്റംബർ 9, 2020 വിഷ്ണു, പ്രകാശൻ തമ്പി, സോബി, അർജുൻ എന്നിവരെ നുണപരിശോധനയ്ക്ക് വിധേയരാക്കി. നവംബർ 20 സോബി പറയുന്നത് കള്ളമാണെന്ന് നുണപരിശോധന റിപ്പോർട്ട് പുറത്തുവന്നു. ഫെബ്രുവരി 2, 2021 മരണത്തിൽ അസ്വാഭാവികത ഇല്ല എന്ന് CBI കണ്ടെത്തൽ. ജൂലൈ 29, 2022 അപകടമരണം തന്നെയെന്ന് കോടതിയും സ്ഥിരീകരിക്കുന്നു. തൊട്ടടുത്ത വർഷം ഓഗസ്റ്റ് 22 തുടരന്വേഷണം ആവശ്യപ്പെട്ട് ബാലഭാസ്കറിന്റെ അച്ഛൻ ഹൈക്കോടതിയിൽ ഹർജി നൽകി. എങ്ങും തൊടാതെ ഉള്ള ഒരു റിപ്പോർട്ടാണ് അവർ കൊടുത്തത് CBI. ഈ കള്ളക്കടത്ത് മാഫിയ ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ഒരു വലിയ സംഘമാണോ, അവരെ സംരക്ഷിക്കാനല്ല, അവനെന്തിനാ. ഒക്ടോബർ 5, 2023 മരണത്തിൽ സംശയങ്ങളുണ്ടെന്ന് കാണിച്ച് ഹൈക്കോടതി തുടരന്വേഷണത്തിന് ഉത്തരവിട്ടു. പെരിന്തൽമണ്ണയിൽ വ്യാപാരിയെ ആക്രമിച്ച് സ്വർണം കവർന്ന കേസിൽ കഴിഞ്ഞ ദിവസം പിടിയിലായവരിൽ ബാലഭാസ്കറിന്റെ ഡ്രൈവറും ഉൾപ്പെട്ടിരുന്നു. സ്വർണ്ണ കവർച്ചാ കേസിൽ മറ്റു പ്രതികൾക്കൊപ്പം ചെർപ്പുളശ്ശേരി മുതൽ വാഹനം ഓടിച്ചത് തൃശൂർ സ്വദേശിയായ അർജുനായിരുന്നു. ഇതോടെ ബാലഭാസ്കറിന്റെ മരണത്തിൽ വീണ്ടും ദുരൂഹതയേറുകയാണ്. ബാലഭാസ്കറിന്റെ മരണത്തിൽ പിതാവ് ഉണ്ണി നേരത്തെ തന്നെ പല ആരോപണങ്ങളും ഉന്നയിച്ചിരുന്നു. സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതികളും സുഹൃത്തുക്കളും ചേർന്ന് ബാലഭാസ്കറിനെ കൊലപ്പെടുത്തി എന്ന് തന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ ആരോപണം. നേരത്തെ 1-2 കേസിൽ, ക്രിമിനൽ കേസിൽ പുള്ളിയാണ്. ഒരു ATM കവർച്ചയുടെ കേസ്, ഒരു ഭവനവേദന കേസ്, ഇങ്ങനെ 2-3 കേസുകളൊക്കെ ഉണ്ടായിരുന്നു അവൻ്റെ പേരിൽ. പക്ഷേ ഏർപ്പാടെന്നാണല്ലോ, ആര് ചാവുന്നു ആരെ കൊല്ലുന്നു എന്നുള്ളതൊന്നും അല്ലല്ലോ അവരുടെ പ്രശ്നം. അവർക്ക് അവരുടെ കാര്യം നടക്കണം. ഇപ്പം 3 കിലോ സ്വർണം എന്ന് പറഞ്ഞാൽ എത്രയോ ലക്ഷം രൂപ വരുമല്ലോ. ഇനിയും മറന്നേക്ക് പുറത്തുവരാത്ത ദുരൂഹതയായി അവശേഷിക്കുന്നു ബാലഭാസ്കറിന്റെ മരണം. ക്രൈം ഡെസ്ക്, മാതൃഭൂമി ന്യൂസ്.